നമസ്തേ. മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നും നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീഷിന്റെ പഴയ നിലപാട് വഖഫ് ബോർഡ് ചെയർമാൻ തള്ളിയതായും മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സംഗതി അങ്ങ് പെരുത്തിഷ്ടായി. മുനമ്പത്ത് നീതി നടപ്പാക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടിയായ ബി.ജെ.പിയെ വിശ്വാസമില്ല എന്ന് തന്നെയാണ് ക്രിസ്ത്യൻ സഭകൾ, മുഴുവൻ ക്രിസ്ത്യാനികളുമല്ല, ഐക്യകണ്ഠേന നിലപാടെടുത്തത്. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഈ വിഷയം യു.ഡി.എഫും വിശിഷ്യ വി.ഡി. സതീഷിനുമൊപ്പം കേരള ബി.ജെ.പിക്കും നിർണായകമാണ്. മുസ്ലിം ലീഗിനെ പിണക്കാതെ ക്രിസ്ത്യൻ സഭകൾക്കൊപ്പം നിന്ന് നിലപാടെന്തെന്ന് വിശദീകരിക്കേണ്ട ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്കുണ്ട്. എന്നാൽ ഇനി ഈ വിഷയത്തിൽ കേരള ബി.ജെ.പി ഇടപെട്ടാൽ സ്വന്തം അണികളുടെ മുന്നിൽ തന്നെ നാണം കെടുന്ന കേരള ബി.ജെ.പിയെ ആയിരിക്കും കാണേണ്ടി വരിക. അത്രത്തോളം അമർഷം പി.സി. ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും തള്ളിപ്പറഞ്ഞ അനൂപ് ആന്റണിയെ ജയിപ്പിക്കാൻ നിലപാടെടുക്കാത്ത ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളോട് കേരള ബി.ജെ.പിയുടെ ഓരോ അണികളുടെയും മനസ്സിലുണ്ട്. പ്രാദേശികമായി ബാധിതരായ കുടുംബങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് ആശ്വാസം പകരുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇതൊരു പ്രധാന ഇഷ്യൂ ആയി ഉയർത്തി പള്ളിയിലച്ചന്മാരെ ഫാദർ എന്ന് വിളിച്ച് പുറകെ പോകുന്നത് കണ്ടാൽ അത് തിരിച്ചടിക്കും. യഥാർത്ഥത്തിൽ ഈ സമയം മുതലെടുക്കേണ്ടത് വിശ്വ ഹിന്ദു പരിഷത്താണ്. തൃശ്ശൂരും മറ്റുമായി എത്രയോ ക്ഷേത്രഭൂമിയാണ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത്. ഹിന്ദുക്കളുടെയും അഹിന്ദുക്കളുടെയും ഒക്കെ ചേർന്ന കയ്യേറ്റങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അക്കാദമിക്കലായി കൃത്യമായ പഠനം നടത്തി സത്യസന്ധമായ ആ തെളിവുകൾ നിരത്തി അത്തരം കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കേണ്ട സമയമാണിത്. വഖഫ് ഭൂമി അന്യാധീനമായി വിറ്റവരോടല്ല പോയി ചോദിക്കേണ്ടത് എന്നാണ് വഖഫ് ചെയർമാൻ പറയുന്നത്. അതേ ലോജിക്കിൽ ക്ഷേത്രഭൂമി കയ്യേറ്റം നടത്തിയവരെയും ചോദ്യം ചെയ്യാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് അവകാശമുണ്ട്. പക്ഷേ കൃത്യമായ പഠനങ്ങളോടും തെളിവുകളോടും കൂടി. ബി.ജെ.പി ഇതിനു വേണ്ട സാമ്പത്തിക നിയമസഹായങ്ങൾ ചെയ്താൽ മതിയാകും. ഇലക്ഷൻ ആവുമ്പോൾ കുറെ ഫണ്ട് കൊണ്ട് കൊട്ടുകയല്ല വേണ്ടത്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നവരുടെ സാമൂഹിക പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കാണാനും പ്രൊഫഷണലുകളെ നിയോഗിക്കാനും പഠനം നടത്താനും നിയമസഹായം നൽകാനും ഫണ്ട് ഇറക്കുകയാണ് വേണ്ടത്. വോട്ട് താനെ വന്നുകൊള്ളും.